ലോട്ടറി ഓണം മെമ്പർ 25 കോടി അടിച്ചാൽ എത്ര രൂപ കയ്യിൽ കിട്ടും? സാർ, ടാക്സ് ആയിട്ട് എത്ര രൂപ പോകും? അതായത് ലോട്ടറിക്ക് വേണ്ടി ഇപ്പോൾ 25 കോടിയാണ് നമ്മൾ ഓണം മെമ്പറായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏകദേശം 10-80 ലക്ഷത്തോളം ടിക്കറ്റുകൾ ഒരുപക്ഷെ വിറ്റുപോകാനുള്ള സാധ്യതയുണ്ട്. ഇത് ഒരാൾക്ക് 25 കോടി രൂപ കിട്ടിയാൽ, ഈ അടുത്ത കാലത്തുള്ള റിപ്പോർട്ടുകൾ 25 കോടി രൂപയില് അത് രൊക്കമായിട്ട് കിട്ടുകയാൽ അതിന് സമയമെടുക്കുമെന്ന് പറഞ്ഞു. സമയമെടുത്താൽ പോലും അത് 30% ഇൻകം ടാക്സ് ആയിട്ട് പോകും. അപ്പൊ ഇൻകം ടാക്സ് പിരിച്ച് അതിനുശേഷം അതിന്റെ 25 കോടിയുടെ 30% പോയി കഴിഞ്ഞ് ഉള്ള തുക മാത്രമേ അവർക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ളത് വളരെ വളരെ ശരിയാണ്. അപ്പോൾ 25 കോടിയിൽ അത് മുഴുവനായിട്ട് ലഭിക്കുകയില്ല. അതിന്റെ പുറമെ വേറെ എന്തെങ്കിലും സംസ്ഥാന സർക്കാർ നികുതിയായിട്ട് ചുമത്തുന്നത് ആയിട്ട് എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. അപ്പോൾ പ്രധാനമായിട്ടും വരാവുന്നത് വരുമാന നികുതി, ആദായ നികുതിയാണ്. അത് 30% പോകും എന്ന് കരുതുന്നതിൽ തെറ്റില്ല. സർ, ജിഎസ്ടിയിലെ മാറ്റം ലോട്ടറി അടിച്ചവരെ ബാധിക്കുമോ? ജിഎസ്ടിയിലെ മാറ്റം, അതായത് ലോട്ടറി അടിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ജിഎസ്ടിയിലെ മാറ്റം 28% നിന്ന് ലോട്ടറിയുടെ മേലുള്ള GST 40% ആയി എന്നുള്ളതാണ്. അപ്പോൾ ലോട്ടറി അടിക്കുന്നവരെ സംബന്ധിച്ച് ആ ലോട്ടറി ടിക്കറ്റുകളുടെ വില ഈ മാസം 22 മുതൽ ആണ് വർദ്ധിക്കുന്നത്. അപ്പോൾ അത് സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ അത് മറ്റു തരത്തിൽ ലോട്ടറിയുടെ നികുതി നിരക്ക് 40% ആവുമെങ്കിലും ലോട്ടറി ടിക്കറ്റുകളുടെ വില വർദ്ധിപ്പിക്കുകയില്ല എന്നുള്ള ഒരു നയം സ്വീകരിച്ചിട്ടുള്ളത് കൊണ്ട് ലോട്ടറിയുടെ കേരളത്തിലെ അതിന്റെ ഉപഭോഗത്തിൽ, അതായത് ലോട്ടറി വാങ്ങുന്നതിൽ കാര്യമായി കുറവുണ്ടാകാനുള്ള സാധ്യതയില്ല. അത് ലോട്ടറി ഈ ഒരു പ്രൈസ് സമ്മാനം 25 കോടി ഒന്നാം സമ്മാനം നേടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം GSTയിലെ മാറ്റം അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും സൃഷ്ടിക്കാനുള്ള സാധ്യത കാണുന്നില്ല. സർ, ലോട്ടറി അടിച്ചവർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ലോട്ടറി അടിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ആ വരുമാനം എങ്ങനെ കാര്യക്ഷമമായി ഉൽപാദന സഹമായി ഉപയോഗിക്കാം എന്നുള്ളതാണ്. അതല്ലാതെ അവരിപ്പോ ലോട്ടറി അടിക്കുന്ന ആ പണം മുഴുവൻ കൂടെ വീട് വാങ്ങുന്നതിനോ അതിൽ കാറ് വാങ്ങുന്നതിനോ ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് ഒരു ഭാവിക്ക് വേണ്ടി അത് മുതൽ മുടക്കുന്നതിനുള്ള ഒരു അവസരമായി കാണണം. അതിനുവേണ്ടി ഉദാഹരണമായിട്ട് പലതരത്തിലുള്ള മുതൽ മുടക്കുകളിൽ അത് നിക്ഷേപിക്കണം. ഉദാഹരണമായിട്ട് അതിന്റെ അങ്ങനെ ലോട്ടറി സമ്മാനത്തിന്റെ 25% മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കാം. ബാക്കി 25 അല്ലെങ്കിൽ 15% ബാങ്ക് നിക്ഷേപമായിട്ട് നിക്ഷേപിക്കാം. ബാക്കി വരുന്ന 10-20% ഭൂമി വാങ്ങുന്നതിനോ അതല്ലെന്നുണ്ടെങ്കിൽ വീട് വെക്കുന്നതിനോ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ഇപ്പോൾ കിട്ടുന്ന ഈ ഒരു തുകയിൽ നിന്ന് ഭാവിയിൽ വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ ആണ് ജനങ്ങൾ അത് സമ്മാനം കിട്ടുന്നവർ, അത് 25 കോടി ആയാലും 10 കോടി ആണെങ്കിലും അവർ ശ്രദ്ധിക്കേണ്ടത്. അതിന് പകരമായിട്ട് എന്തെങ്കിലും വ്യവസായ സംരംഭങ്ങളിലേക്കൊക്കെ എടുത്തു ചാടുന്നത് സാഹസമായിരിക്കും. കാരണം ഈ ലോട്ടറിയൊക്കെ എടുക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യവസായങ്ങളോ മറ്റ് നിക്ഷേപ മാർഗങ്ങളെ കുറിച്ച് കാര്യമായ പരിശീലനം ലഭിച്ചിട്ടുണ്ടാകുകയില്ല. അപ്പോൾ അവർ തുടക്കക്കാരെന്നുള്ള നിലയിൽ ഇത്തരം നിക്ഷേപങ്ങൾ നടത്തുന്നതിന് പകരം സുരക്ഷിതമായ നിക്ഷേപങ്ങളിലാണ് ശ്രദ്ധിക്കേണ്ടത്. GST 40% ആക്കിയതിന്റെ കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം ലോട്ടറിയുടെ വാങ്ങുന്നതിനെ നിരുത്സാഹപ്പെടുത്തുക എന്നുള്ളതാണ്. സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപസാധനങ്ങൾ, അതായത് നിരുത്സാഹപ്പെടുത്തേണ്ട ഉപഭോഗ സാധനങ്ങളുടെ പട്ടികയിലാണ്
ഇന്നിപ്പോൾ, അതായത് സിഗരറ്റ്, പാൻ മസാല പോലെയുള്ള നിരുത്സാഹപ്പെടുത്തേണ്ട ഉൽപ്പന്നങ്ങളുടെ പട്ടികയിലാണ് GST പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ലക്ഷ്യം ഭാഗ്യക്കുറവ് നിരുത്സാഹപ്പെടുത്തിയാണ്. നിർഭാഗ്യവശാൽ കേരളത്തെ സംബന്ധിച്ച് സർക്കാരിന്റെ ഒരു പ്രധാന വരുമാന മാർഗമാണ് ലോട്ടറി ടിക്കറ്റുകൾ എന്ന് പറഞ്ഞ ഏകദേശം കേരളത്തിന്റെ തനത് വരുമാനത്തിന്റെ ഒരു 12-13% ഭാഗ്യക്കുറിയിൽ നിന്നാണ്. അപ്പോൾ ഇതിനെ ഒരു തരത്തിലും ഉപേക്ഷിക്കാൻ കേരളത്തിന് കഴിയുകയില്ല. അപ്പോൾ ലോട്ടറി ടിക്കറ്റിന്റെ മേലുള്ള ഈ നികുതി ടിക്കറ്റിന്റെ മേൽ ഉള്ള വില വർദ്ധിപ്പിക്കാനുള്ള സാധ്യത ഇല്ലാതാക്കാൻ സംസ്ഥാന സർക്കാർ മാർഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ മാർഗം ഈ ലോട്ടറിയിൽ നിന്ന് കിട്ടുന്ന GST, അതായത് 40% GST ഏർപ്പെടുത്തും. ആ പണം ഉപയോഗിച്ച് അതിലെ ലോട്ടറിയിൽ നിന്ന് കിട്ടുന്ന സർക്കാരിന്റെ വരുമാനം കൂടെ കുറെയൊക്കെ വേണ്ടെന്ന് വെച്ച് ആ രീതിയിൽ ലോട്ടറിയുടെ വില അതേപടി നിലനിർത്താൻ ഉള്ള തീരുമാനമാണ് സർക്കാർ എടുത്തിരിക്കുന്നത് എന്നാണ് അറിയുന്നത്. ഇതിനെന്തായാലും ഒരു കൃത്യമായ ഒരു തീരുമാനം എത്തിയിട്ടില്ല. കുറെ കൂടി വ്യക്തത വരാനുള്ള ഒരു കാര്യമാണ്. പക്ഷേ നമുക്കറിയാവുന്നിടത്തോളം ധനകാര്യമന്ത്രിയുടെ പ്രസ്താവനത്തിൽ നിന്ന് വ്യക്തമായിട്ടുള്ളത് ലോട്ടറി വിൽപ്പനയെ GST നിരക്കിലെ വർധന ഒരു തരത്തിലും ബാധിക്കാത്ത വിധത്തിൽ മാറ്റങ്ങൾ ലോട്ടറിയുടെ വിൽപ്പനയിലും ലോട്ടറിയിൽ നിന്നുള്ള ലാഭം എടുക്കലിലും ഒക്കെ ഉണ്ടാവും എന്നാണ്. സർ, സംസ്ഥാന സർക്കാരിന്റെ വരുമാനത്തിൽ കുറവ് വരുത്തുമോ ലോട്ടറി 40% GST ആക്കിയത്? തീർച്ചയായിട്ടും ലോട്ടറിയിൽ നിന്ന് ഉള്ള വരുമാനം GST വർദ്ധിക്കും. പക്ഷെ സംസ്ഥാന സർക്കാർ ആ വരുമാനം അത് കുറെയൊക്കെ വേണ്ടെന്ന് വെക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരിന് ഇതിന്റെ വരുമാനം കുറച്ചൊന്ന് കുറയാനുള്ള സാധ്യതയുണ്ട്. GST 40% 28-ൽ നിന്ന് 40% ആയി വർദ്ധിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ലോട്ടറിയുടെ മേലുള്ള GSTയിൽ നിന്ന് വരുമാനം കൂടും. പക്ഷെ ആ വരുമാനം സംസ്ഥാന സർക്കാർ കുറെയൊക്കെ വേണ്ടെന്ന് വെക്കുകയും അതേസമയം തന്നെ ലോട്ടറിയിൽ നിന്നുള്ള വരുമാനത്തിൽ ലാഭത്തിനും കുറവ് വരുത്തി വില കൂട്ടാതെ ഇരിക്കാനുള്ള തന്ത്രമാണ് രൂപീകരിച്ചിരിക്കുന്നത്. അപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ വരുമാനത്തിൽ തീർച്ചയായിട്ടും, അതായത് GST ഈ ലോട്ടറിയിൽ നിന്നുള്ള GSTയിൽ വരുമാനക്കുറവ് ഉണ്ടാവുക തന്നെ.